പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയാട്ടോ ഈ വീഡിയോ. ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണുക, ലിങ്ക് താഴെ കൊടുക്കാം. നമ്മളിപ്പോൾ ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് റിപ്പിൾ വാട്ടർഫോൾസിലേക്കാണ് അടുത്ത ലക്ഷ്യം. അടുത്ത റിപ്പിൾ വാട്ടർഫോൾസ് അതിവിടുന്ന് കുറേ ദൂരം ഉണ്ടോടാ? 5 കിലോമീറ്ററോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ആട് 2 മറ്റേ പോലീസ് ചെക്കിങ് വരുന്നില്ലേ, അപ്പോൾ അതിനകത്ത് ഷർബത്ത് ഷമീർ കിടക്കുന്ന ഇവിടെ അവന്മാർ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ. അപ്പോൾ ആ ഒരു ലൊക്കേഷനാണ് ഇത് വരുന്നത്. ഇത് ഫുള്ള് ഏലക്കാടാണ് കേട്ടോ. ഇതാണ് മറ്റേ ചെല്ലപ്പൻ എന്ന് പറഞ്ഞൊരു തമിഴ്നാട്ടുകാരൻ, പുള്ളീൻ്റെ ഏലക്കൃഷിയാണ് ഇത് വരുന്നത്. 150 ഏക്കർ ഏലക്കൃഷിയാണ് ഇത് വരുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ വയ്ക്കുക വർഷങ്ങൾ വഴക്കമുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഭയങ്കര വണ്ണമുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതിലാണ് നമ്മളിപ്പോൾ പോയത്. ഇവിടെ ഒരുത്തനോട് ഉണ്ട് ഇടുക്കിയിൽ. ഞങ്ങൾ കുറച്ച് പേര് മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ പഠിച്ചവരാണ്. നമ്മളിനി ഇതിലെ താഴോട്ട് പോകട്ടോ. മഴ കുറച്ച് ശാന്തമായിട്ടാണ്. വഴികളൊക്കെ അടിപൊളിയാണ്. നല്ല റോഡ്. പറഞ്ഞു തീർന്നില്ല, ഇതേ മണ്ണിടിഞ്ഞ് കിടക്കുന്നു. ഏലമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കാപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കുരുമുളകുണ്ട്. കാപ്പി കൃഷി ഉണ്ട് ഇവിടെ. കാപ്പി കുറവാണ്. കാപ്പിയുമുണ്ട്, പക്ഷേ കുറവാണ്. കൊക്കോ ഒരുപാടുണ്ട്. ഈ ഫോഗൊക്കെ കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം. നമ്മൾ വന്ന വഴി കേട്ടോ, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്നു. ഇപ്പുറത്തെ സൈഡിൽ നല്ല കിടിലം വ്യൂ, ഒരു വലിയ മരം, ഫുള്ള് ഫോഗായിട്ട് കിടക്കുന്നു. മഴക്കാലത്ത് അടിപൊളി കാഴ്ചകളാണ് സംഭവം. ഇപ്പോൾ നല്ല മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് എന്തായാലും പുറത്തിറങ്ങി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട്, അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ചെക്ക് ഡാമുണ്ട്. മേലെ നിന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ചെക്ക് ഡാമിൻ്റെ അടിയിൽ കൂടെ എന്തോ ടണലുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. ഇവിടുന്ന് വെള്ളം താട്ട് കൊണ്ടുപോകാൻ. അത് നിങ്ങൾക്ക് കാണത്തില്ല, അതൊരു ടണൽ പോലെ കേട്ടോ. അതിനുള്ളിൽ കൂടെ വെള്ളം വരും, എന്നിട്ട് ഇതിനുള്ളിൽ കൂടെ താട്ട് പോകും. ഇവിടെ ടണലാണ്, ഇതിനുള്ളിൽ കൂടെ പോകും. കൊള്ളാമല്ലേ? ഇത് ടണലല്ലേ വരുന്നത്. പിന്നെ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അത് ടണലാണ്. പാറയ്ക്കുള്ളിൽ നിന്ന് വെള്ളം വരുന്നതാണ് ഇവിടെ. ഇതിലൊരു പൈപ്പ് പോയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഫില്ലായി കഴിയുമ്പോൾ തുറന്നു വിടുന്ന എന്തോ സെറ്റപ്പ് ആയിരിക്കണം. ഇവിടെ എനിക്കൊന്നും മരം മുറിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ മരം മുറിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പെർമിഷനൊക്കെ എടുക്കണം തോന്നുന്നല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി മുറിക്കാം അല്ലേ? അതായത് ചില ഭൂമിയൊക്കെ ഇങ്ങനെ ഏലകൃഷിക്ക് വേണ്ടി മാത്രം കൊടുത്തേക്കുന്ന ഏരിയാസ് ഉണ്ട്. അവിടെ നിന്നൊന്നും മരങ്ങളൊന്നും മുറിക്കാൻ പറ്റില്ല. ഇത് റിപ്പിൾ വാട്ടർഫോളാണ് കേട്ടോ. എനിക്ക് വെള്ളമൊക്കെ നല്ല കലങ്ങി വരുവാണ്. ഇതാണ് റിപ്പിൾ വാട്ടർഫോൾ. അപ്പോൾ ഇത് റിപ്പിൾ വാട്ടർഫോൾസിൻ്റെ ഇവിടെ ഇറങ്ങി. ഇവിടെ കുറേ ടാക്സി ജീപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാരൊന്നും അധികം ഇല്ല കേട്ടോ. 1500 ഫുള്ള് റൗണ്ട് വെക്കുമോ? 5 സ്പോട്ടിൽ കൂടെ പോയി ഇവിടെ അങ്ങനെ പോയിട്ട് കറങ്ങി വരിക. ഒരാൾക്ക് 1500, അതൊരു ജീപ്പിനായിരുന്നു. ഓക്കെ, ഇതിനകത്ത് എത്ര വേണേലും ആൾക്കാർ കയറാൻ തോന്നുന്നത്. നല്ല മോഡിഫൈഡ് ജീപ്പുകളൊക്കെയാണ്. ഇതോട്ടെ എമൗണ്ട് വരുന്ന കേട്ടോ, 25 രൂപ. സിപ്ലൈൻ അടിപൊളിയായിരിക്കും തോന്നുന്നു അല്ലേ? 500 രൂപ. സുവനീർ ഉണ്ടല്ലോ, സുവനീർ. ഇതിലായാലും കേരളത്തിൽ വന്നിട്ട് നമ്മൾ വാങ്ങുന്നത് ശരിയല്ല അല്ലേ? ഇതിപ്പോ ആക്കിയെടുത്തായിരിക്കണം മിക്കവാറും. കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഏതാ? പൊന്മുടി ഡാമാ? പൊന്മുടി ഡാം എവിടെ നോക്കിയാൽ കാണാം കേട്ടോ. ശരിയാ. ഇതിപ്പം അത്യാവശ്യം കാണാൻ നല്ല രസമാക്കിയിട്ടുണ്ട്. നേരത്തെ അവിടെ വരെ പോയി ഇറക്കാമായിരുന്നു, നടക്കുന്നില്ല. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രെയിമൊക്കെ ഉണ്ടല്ലേ. അങ്ങോട്ട് ഇറങ്ങിപ്പോവാലോ. ആമ്പൽക്കുളം. ആമ്പലാണ് താമരയാണോ? അടിച്ചു കുറച്ച് താമരക്കുളത്തിലെ വെള്ളമെല്ലാം കലങ്ങിയിട്ടാണ്. ഇവിടുന്ന് കേട്ടോ കയറി വന്നേ. അപ്പോൾ ആ കാണുന്ന സിപ്പ് ലൈനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കൂടെ, ഈ വാട്ടർഫോൾസിന് മേലെ കൂടെ ഇവിടെ വരെ പോവാം. ഈ വഴികളൊക്കെ ഇപ്പോൾ ആക്കിയാന്ന് തോന്നല്ലേ? അവിടെ നല്ലൊരു ഇറക്കമാണ്, നല്ല അടിപൊളിയാണ്. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ആംബിയൻസ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഇതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും നല്ല അടിപൊളി വ്യൂ. മോനെ വെള്ളം കുത്തി വലിച്ച് ചാടുക. വെള്ളം ചാടുക നോക്കിയേ, സെറ്റ്. മേലെ കൂടെ സിപ്പ് ലൈൻ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വമ്പം വെള്ളമാണ് ഇവിടെ. ഇത് ഒരു റിസോർട്ടാണ് കേട്ടോ. ഇതൊരു റിസോർട്ടാണ്. ഇവിടെ ഒരു വാട്ടർഫോൾ, ഇതുപോലെ തന്നെ ഒരു വാട്ടർഫോളാണ് ഈ ഇവിടെ നിന്ന് താഴോട്ടും. അതിലും സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വ്യൂ.
നമുക്കിവിടെ നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ ബെസ്റ്റാണ്. ഒരു ഡ്രോൺ കിട്ടിക്കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. താഴോട്ടുള്ള വ്യൂ അടിപൊളിയാട്ടോ. അതിൽ സിപ്ലൈനൊക്കെ പോകുന്നുണ്ട്, കാണാൻ പറ്റുമത്. അതിൽ ആൾക്കാർ പോകുന്നുണ്ടോ? ഇവിടെ ഒരു വാട്ടർഫോളാണ്. ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാലും അടിപൊളിയാണ്. റിസോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. കറക്റ്റ് വ്യൂ ആവും മാർക്ക്. വെള്ളം അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫോഗ് പോലെ വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. കുത്തി വലിച്ച വെള്ളമാണ്. അതിൻ്റെ മേലെ കൂടെ സിപ്ലൈനിൽ പോയി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രസമാണ്. അതിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. സിപ്ലൈന് കുറേ പേര് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രോണൊക്കെ പറത്തി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് താഴേക്ക് വരും. എന്നിട്ട് ഇവിടുന്ന് ഇവന്മാരെ നടന്ന് അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്ന് വീണ്ടും സിപ്പ് ലൈനിൽ ഇപ്പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിപ്പ് ലൈനിൽ തന്നെ പോവാം. അതുപോലെ തന്നെ ഇതൊരു ടീമിൻ്റെ, ഇത് വേറൊരു ടീമിൻ്റെയാണ് വരുന്നത്. അങ്ങനെ 2 സിപ്പ് ലൈൻസ് ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2016 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2018 വീണ്ടും റെനോവേഷനൊക്കെ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. 500 രൂപയാണ് വരുന്നത്. ഒരു ഹെഡ് 500 എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ആക്ച്വലി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ രീതിയിൽ അവിടെ ചെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തൊരു ഹട്ട് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിട്ടിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കും കേട്ടോ. ഫോട്ടോ ഇങ്ങോട്ട് എടുത്ത് വിടും. ഫോട്ടോയ്ക്ക് സെപ്പറേറ്റ് പൈസ ഉണ്ടെന്ന് തോന്നുന്നു. ചായ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ചായ അടിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. നമുക്കിനി അടുത്തത് നമ്മൾ നേരെ അടുത്ത എവിടെയാണ് പോകുന്നത്? പൊന്മുടി ഡാമിലേക്ക് പോകാം. പിന്നെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ചിയേഴ്സ്.